ശ്രീ മോഹൻ വർഗീസ്, വെപ്പണൈസേഷൻ ഓഫ് ടെക്നോളജി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ശരിക്കും ടെക്നോളജിയെ സായുധമാക്കിയിരിക്കുകയാണ്. ടെക്നോളജി ഉപയോഗിച്ചാണ് പേജറുകളിൽ 20 ഗ്രാം മാത്രം ഭാരമുള്ള എക്സ്പ്ലോസീവ്സ് ഘടിപ്പിക്കുന്നു. അത് ഒരു സന്ദേശം അയച്ച് ഡിറ്റണേറ്റ് ചെയ്യുകയാണ്. മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പ്രിസൈസായി ഓപ്പറേഷൻ നടത്താൻ കഴിയുന്നു. അതിനുശേഷം ആളുകൾ ഒന്ന് ആശ്വസിച്ച് വരുമ്പോഴേക്ക് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. ഇന്ന് ബെയ്റൂട്ടിൽ നിന്നും മറ്റും വരുന്ന വാർത്ത, സാധാരണ മനുഷ്യർ അവരുടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ്. പേടിയാണ്, ഭയം ഭരിക്കുന്ന അവസ്ഥയാണ് അക്ഷരാർത്ഥത്തിൽ ബെയ്റൂട്ടിൽ. അത്തരത്തിൽ മാരകമായ പ്രഹരം സൈക്കിക്ക് കൂടി, മാനസിക നിലയ്ക്ക് കൂടി ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യുദ്ധതന്ത്രം എന്നുള്ള നിലയിൽ വേണമോ ഇസ്രയേലിന്റെ ഈ ആക്രമണത്തെ കാണാൻ? ശ്രീ അഭിലാഷ്, 21-ാം നൂറ്റാണ്ട് ടെക്നോ ഓപ്റ്റിമിസത്തിന് പേര് കേട്ട നൂറ്റാണ്ടാണ്. അതായത് ടെക്നോളജി ക്യാൻ ഹാൻഡിൽ എവറിത്തിങ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി എന്ത് ആക്രമണത്തെയും പ്രതിരോധിക്കാം, എങ്ങനെ വേണമെങ്കിലും ലോകം വെട്ടിപ്പിടിക്കാം എന്ന ഒരു അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ്. ഇതേ ടെക്നോളജി തന്നെ തീർച്ചയായും ഒരു സൈബർ ആക്രമണത്തിന് വേണ്ടി അല്ലെങ്കിൽ ടെക്നോ ഡിവൈസസ് പൊട്ടിത്തെറിക്കുകയാണ്. അല്ലെങ്കിൽ ടെക്നോ ഡിവൈസ് അതിനെ ഇൻറ്റൻഡഡ് പർപ്പസിന് ഉപരിയായി ഒരു സർവ വിനാശകാരിയായി വരുന്നു എന്ന് പറയുന്നത് ലെബനനിലെ വിഷയമായി തുച്ഛീകരിച്ച് കാണാനാവില്ല ശ്രീ അഭിലാഷ്. ഇത് ലോകത്തിൻ്റെ സുരക്ഷാ വിഷയമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇസ്രയേൽ ലെബനൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ലെബനിലെ ഹിസ്ബുള്ള രംഗത്ത് വരുമ്പോൾ ഹിസ്ബുള്ളയെ തകർക്കാനായി ഇസ്രയേൽ ഉപയോഗിച്ച ഒരു ഇന്നൊവേറ്റീവ് ഒരു ടാറ്റിക്സ് എന്ന നിലയിലായിരിക്കാം ഇപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പക്ഷേ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകാൻ ലോകത്തിൻ്റെ ഇലക്ട്രോണിക് ചരിത്രത്തെ തന്നെ, സേഫ്റ്റി മെക്കാനിസത്തെ തന്നെ ആകെ അട്ടിമറിക്കാൻ പര്യാപ്തമായ ഒരു ഫിയർ സൈക്കോസിസ് ഈ ലെബനൻ എന്ന രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും വാരി വിതയ്ക്കുകയാണ്. ഒരു ടെക്നോ ഡിവൈസ്, അത് മൊബൈൽ ഫോൺ ആയിക്കൊള്ളട്ടെ, വോക്കി ടോക്കി ആയിക്കൊള്ളട്ടെ, ഈവൻ ടെലിവിഷനോ റെഫ്രിജറേറ്ററോ ആയിക്കൊള്ളട്ടെ, ഇവിടെ എല്ലാം ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന കരങ്ങൾ, അത് ഇസ്രായേലിൻ്റെ മാത്രമല്ല, ഏതെങ്കിലും കരങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ, ചിപ്പുകൾ പ്ലാന്റ് ചെയ്യുകയോ അല്ല എങ്കിൽ കോഡുകൾ അയക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്ത് അതിനെ അവരുടെ നിയന്ത്രണത്തിലാക്കിയെടുക്കാൻ സാധിക്കും എന്നൊരു തെളിവാണ് വോക്കി ടോക്കി ഉൾപ്പെടെയുള്ള. കാരണം ഇന്നലെ ഉരുത്തിരിഞ്ഞ് വന്ന ചിത്രത്തേക്കാൾ വളരെ ഭീകരമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ചിത്രം. കാരണം പേജറുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു 1990കളുടെ മധ്യത്തിൽ തന്നെ ഔട്ട്ഡേറ്റഡ് ആയ ഒരു മൊബൈൽ ഫോൺ യുഗത്തിലേക്ക് ലോകം പ്രവേശിച്ചപ്പോൾ പൂർണ്ണമായും ലോകം തിരസ്കരിച്ച അല്ലെങ്കിൽ റിഡൻഡന്റ്, മോറിബണ്ടന്റ്, മീനിങ്ലെസ് ആയ ഒരു ഉപകരണമാണ്. ഒരു പ്രാകൃത ഉപകരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ 21-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ആ ഉപകരണം ട്രാക്ക് ചെയ്യപ്പെടാതിരിക്കാനുള്ള അല്ലെങ്കിൽ സുരക്ഷ കരുതി ഹമാസിൻ്റെ തലവൻ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഹമാസിൻ്റെയും അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെയും ഫൈറ്റേഴ്സിൻ്റെ കൈവശമുണ്ടായിരുന്ന ഉപകരണമാണ്. അതിലേക്ക് മാത്രമാണ് സിഗ്നലുകൾ പോയത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു വൺ ടൈം ഇൻസിഡൻ്റ് ആണ്. പക്ഷേ മറ്റ് ഡിവൈസുകളിലേക്കും വോക്കി ടോക്കി ഉൾപ്പെടെയുള്ള ഡിവൈസുകളിലേക്ക് പോകുമ്പോൾ യുദ്ധതന്ത്രം മാറുന്നു. 21-ാം നൂറ്റാണ്ടിൻ്റെ 3-ാം ദശകത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ യുദ്ധതന്ത്രം മാറുന്നു. ഇത് അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ അല്ലെങ്കിൽ മറ്റ് പരമ്പരാഗത അഡ്വാൻസ് പവേഴ്സോ അല്ല, ഇസ്രയേൽ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ ഇതിന് തുടക്കം കുറിക്കുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ അന്ത്യം എന്നുള്ളത് ഒരു കൗതുകകരമായ ചോദ്യമാണ്.